എന്താ മോളെ? മമ്മ, അവിടെ ഒരു അങ്കിള് നമ്മളെ തന്നെ നോക്കുക. നമ്മളെ തന്നെ നോക്ക്? എവിടെ? അവിടെ. സത്യം ഞാൻ പറഞ്ഞത്, ആ അങ്കിള് നമ്മളെ തന്നെയാ നോക്കിയത്. മോൾ എല്ലാരും ഇങ്ങനെ നോക്കുന്നോണ്ടാ എല്ലാരും നമ്മളെ തന്നെ നോക്കുന്ന പോലെ തോന്നുന്നേ. കേറ്. എല്ലാം റെഡിയല്ലേ? ഞങ്ങൾ എപ്പോഴേ റെഡി. അപ്പൊ നേരെ കളക്ടറേറ്റിലേക്ക്. അതെ, ഈ യുവജന നേതൃത്വത്തിന്റെ കരുത്ത് എന്താണെന്ന് ഇന്ന് കേരളം കണ്ടറിയും. നമ്മൾ കൊണ്ടറിയോന്ന എന്റെ പേടി. മനസ്സിലായില്ല? അല്ല, ലാത്തി ചാർജ് എങ്ങാനും നടന്നാൽ ഒരു ചുക്കും സംഭവിക്കില്ല. നമ്മൾ ദണ്ഡിയാത്രയൊന്നല്ലോ പ്ലാൻ ചെയ്യുന്നത്, മുൻനിരയിൽ നിൽക്കാൻ. നമ്മൾ പിന്നിൽ നിൽക്കുന്നു, അണികളെ മുന്നേറ്റുന്നു. അല്ല, ഇപ്പൊ നേതാക്കന്മാരെ തിരഞ്ഞു പിടിച്ച് തരണ കാലാണ്. പേടിപ്പിച്ച് ആവേശം കളയാതെ കമോൺ. ഇതെന്ത് പറ്റി? മോർണിംഗ് വാക്ക് ബുള്ളറ്റിലാക്കി. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആ പാതി വഴിക്കേണ്ട മാമ്പഴക്കാലത്തിലേക്കുള്ള ഒരു അന്വേഷണം ആയിരിക്കും. ആണെങ്കിൽ അല്ല, രണ്ടും കൂടി ഒരുമിച്ച് ഒരു ഒറ്റ പന്തലിൽ വെച്ച് ആകാമായിരുന്നു. നമ്മുടെ പട്ടാളക്കാരൻ ലാൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഒരു സൂചന കിട്ടി, അതുകൊണ്ട് പറഞ്ഞ. അത് പേടിച്ചിട്ടാവും. വിത്ത് കോറാസ്. ഈ ഇറക്കം കളക്ടറേറ്റിലേക്കാ. കണ്ടാത്തോന്ന് സെക്രട്ടേറിയറ്റിലേക്കാണ്. സെക്രട്ടേറിയറ്റിലേക്കുള്ള ചവിട്ടുപടിയാണ് ഈ കളക്ടറേറ്റ് മാർച്ച്. പോലീസുകാരെല്ലാം കൂടി ഈ ശരീരത്തെ ചവിട്ടി പഠിക്കാതെ നോക്കണേ അനിയാ. എന്നാലേ ഏട്ടൻ നോക്കിക്കോ, ഇന്ന് രണ്ടിലൊന്ന് നടക്കും. എടാ, ഈ ഒന്നും രണ്ടും നടത്താൻ നീ എന്തിനാ കളക്ടറേറ്റ് പഠിക്കാൻ പോകുന്നത്? ഇവിടെ നല്ല യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ലേ? ആ വിട്ടോ, മാർച്ച് വൈകിക്കണ്ട, ഏപ്രിൽ മെയ് ഒക്കെ കയറി വരും. പിന്നെ ഏട്ടൻ്റെ ഒരു ഗസ്റ്റ് ഉണ്ടാകത്ത്. ഗസ്റ്റോ? ഒരു ഗൾഫുകാരൻ സുഹൃത്ത്. എടാ, നമ്മുടെ സുലൈമാനല്ലേ? അവൻ ഇപ്പോഴും നിനക്ക് ഗസ്റ്റാ? അത് ഗോസ്റ്റ്, ഇത് ഗസ്റ്റ്. അതായത് കമോൺ. അല്ല, ഇവിടെ പറഞ്ഞ ജോസോ 6 മാസം കഴിഞ്ഞ ലീവ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അപ്പന് പ്രഷർ കൂടി ബാത്റൂമിൽ തലച്ചിട്ട് വീണു. ഉടനെ വരണമെന്നും പറഞ്ഞു ഫോണിൽ കൂട്ടക്കരച്ചില്. പിന്നെ നമുക്കൊക്കെ ഇവിടുന്ന് അങ്ങോട്ടാണല്ലോ അറിയിപ്പുണ്ടാവും. ലഗേജ് ഒക്കെ ഇതേ ഉള്ളൂ. അത് പിന്നെ വീട്ടുകാർക്ക് ഇവിടുന്ന് വാങ്ങിച്ചാലും അവിടുന്ന് വാങ്ങിച്ചാലും ഒരുപോലെ അല്ലേ. നാട്ടില് ഗൾഫ് ബസാറുകൾ മുഴത്തിനല്ലേ ചന്ദ്രേട്ടാ. ഇതിപ്പോ എവിടെന്നാ വാങ്ങിച്ചത്? പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ചന്ദ്രേട്ടനെ കണ്ടിട്ടങ്ങ് പോവാന്ന് വിചാരിച്ചു. നീ ഇരിക്കേ. ചന്ദ്രേട്ടാ, അവിടെ ഒരു വിശേഷം ഉണ്ടായിരുന്നു. എന്താടാ? ഒരു അറബിച്ചി കല്യാണം. നമ്മുടെ മലപ്പുറത്ത് ഹൈദരാലി ഇല്ലേ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കണേ, അവൻ ഒരു അറബിയുടെ ഭാര്യനെ അടിച്ചു മാറ്റി മലേഷ്യക്ക് പറഞ്ഞെന്ന്. പണ്ട് അറബികൾ ഒരുപാട് ബീവിമാരെ ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചു മാറ്റിയതല്ലേ? വിതച്ചത് കൊയ്യട്ടടാ. കൊയ്യട്ടെ, തിരിച്ചു ചെന്നിട്ട് വേണമെന്ന് മലേഷ്യക്ക് പറക്കാൻ. ജോസേ, എൻ്റെ ഒരു യോഗേ, ഗൾഫിൽ നിന്ന് വരുമ്പോഴും കടം വാങ്ങിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. കാലം ഒരുപാടായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. എന്നിട്ടിപ്പോഴും എടാ, എല്ലാവരുടെയും കഷ്ടപ്പാട് കണ്ട് ഈ സാധനം വീതിച്ചു കൊടുക്കാൻ ഈശ്വരന് സമയമില്ലാത്ത ഉണ്ടാവും ചിലരുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചിരിക്കുന്ന. അങ്ങനെ കണ്ടാ മതി. മതിയായില്ലെങ്കിൽ വിളിച്ചോ, ഇവന്റെ അടുത്ത് കൊടുത്തു വിടാം. ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നിർബന്ധിക്കുന്നില്ല. വീട്ടിലെല്ലാരും കാത്തിരിക്കായിരിക്കുന്നില്ല. ചെല്ലേ ചെല്ലേ. പോട്ടടാ. എനിക്ക് അവനോടുള്ള കടപ്പാടിന് മുമ്പിൽ കടമെന്ന് അവൻ പറഞ്ഞ ആ വാക്കാണ് കടം. ഹലോ, വിളിക്കാം. ചന്ദ്രേട്ടാ, ഫോൺ. വീട് വലുതായുള്ള കുഴപ്പം ഏതാ? ഇവന്മാർക്ക് മൊബൈലിൽ വിളിച്ചൂടെ? ഹലോ, അതെ. തല്ലോ ഗണേശനെയാ? എവിടെ? നായിന്റെ മോനെ, ഏട്ടനെ 4 ദർഹമും കൂട്ടിപ്പിടിച്ച് ഇനി എങ്ങാൻ അവിടെ പിറകെ വന്ന വലിച്ച് കീറും കേശവൻ. എന്നെ കൊന്നാലും ശരി, ഞാൻ അവളെ കെട്ടും. നീ അവളെ കെട്ടൂലടാ. രാഷ്ട്രീയം കളിച്ചു കിടക്കണം നിന്നെ പോലെ ഒരു പീറക്കി അവളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലടാ കേശവൻ ബോർഡറിൽ പോയി കാവൽ നിൽക്കണേ. നീ എന്തിനാ തല്ലണേ? അത് ചോദിക്കാൻ നീ ആരാ? ഈ വലിപ്പം വരെ ഇവരെ തീറ്റിപ്പോറ്റിയത് ഞാനാ. ഓ, അപ്പൊ ഇതാണാ ഏട്ടൻ, പുത്തൻ പണക്കാരൻ. എന്നാ കേട്ടോ, തൂപ്പുകാരനാണെങ്കിലും സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നവനെ ഞാൻ അവളെ കൊടുക്കൂ. അല്ലാതെ നിന്നെ പോലെ നക്കാപ്പിച്ച ദർഹമും സമ്പാദിച്ച് സ്പ്രേയും പത്രാസും കാണിച്ച് നടക്കണ ഒരു ഗൾഫുകാരന്റെ കുടുംബത്തിലേക്ക് അവളെ പറഞ്ഞു വിടണമെങ്കിൽ കേശവൻ വേറെ ജനിക്കണം. അങ്ങനെയാണെങ്കിൽ കേശവ, നീ പോയി വേറെ ജനിച്ചിട്ട് വാ. ആ കുട്ടിയെ കെട്ടാൻ തൂപ്പുകാരനല്ല, സാക്ഷാൽ ജില്ലാ കളക്ടർ വന്നാലും നീ കൊടുക്കില്ല. അവളങ്ങനെ മൂത്ത് നരച്ച് വീട്ടിൽ നിൽക്കണം. അതാ നിന്റെ ഉദ്ദേശം.
എന്താടോ ഈ നാട്ടിൽ പ്രേമിക്കാൻ അവകാശമില്ലേ? ദാ ഇവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവൾക്ക് ഇവനെ ഇഷ്ടമാണെങ്കിൽ അത് നടത്തും. അതിനിടയ്ക്ക് ചേച്ചിയുടെ നായരല്ല, ഏത് അപ്പൻ തടസ്സം നിന്നാലും നടത്തും ചന്ദ്രൻ. നീ നടത്തുവല്ലടാ. എന്താടാ ചറ്റെ ഗൾഫുകാരനൊരു കുറവ്? നീയൊക്കെ കാവലിരിക്കുന്ന ഈ രാജ്യത്തിന് ഇക്കാണുന്ന സകല സൗഭാഗ്യങ്ങളും ഉണ്ടായത് ഞങ്ങളെ പോലുള്ള ഗൾഫുകാരുടെ കണ്ണീര് കഷ്ടപ്പാടും കൊണ്ടാ. അങ്ങനെയുള്ള ഒരു ഗൾഫുകാരന്റെ കുടുംബത്തിലേക്ക് നിനക്ക് നിന്റെ ഭാര്യയുടെ അനിയത്തെ പറഞ്ഞയക്കാൻ അറപ്പാ അല്ലടാ? കേരള വിളിക്കാവളെ. കവിതേ, കവിതേ. ഞാൻ ചന്ദ്രൻ, പുരമനയിൽ ചന്ദ്രൻ. ഇവന്റെ ഏട്ടനാ. ഇവര് തമ്മിൽ ഇഷ്ടപ്പെട്ടതിന്റെ പേരില് ആമ്പിള്ളാരില്ലാത്ത ഈ വീട്ടിൽ നിന്ന് സംബന്ധം കൂടി ഭരണം നടത്തുന്ന നിങ്ങളുടെ മൂത്ത മോളുടെ ഭർത്താവ് കാട്ടിക്കൂട്ടി അന്യായം ഇത്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ തല്ലിയിട്ടില്ല ഇവനെ. അപ്പൊ അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. തനിക്ക് ഇഷ്ടമാണോ ഇവനെ? ഇഷ്ടാണ്. എന്നാ വന്ന് വണ്ടി കയറ്. മോളെ വേണ്ട, തടയണ്ട. എന്റെ കുടുംബത്തിൽ ഒരു കുറവും വരില്ല നിങ്ങളുടെ മകൾക്ക്. ആർക്കും എപ്പോ വേണേലും കയറി വരാം, ആരും തടയില്ല. ഈശ്വര, മാല എവിടെയാ മാല? ഇവിടെ തരാം. ആ നന്നായി വരട്ടെ. അമ്മാവിന്റെ കാര്യം പറ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്നായി വരും. ഇപ്പോഴാണ് ആശ്വാസമായത്. അനിയത്തിമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ചയച്ച ഒരു വലിയേട്ടന്റെ ആശ്വാസം. പക്ഷെ ഇതിനൊരു വെറൈറ്റി ഉണ്ട്, ഒക്കെ അനിയന്മാരാ. എടാ ഒന്ന് ചിരിക്കടാ, ഒരു കോമഡി പറഞ്ഞു. സേതു, മധുര പലഹാരത്തിൽ ഒതുക്കണ്ട, കാര്യങ്ങളൊക്കെ ഉഷാറായിക്കോട്ടെ. ശരിയേട്ടാ. ഇനിയാ സർക്കാർ ഓഫീസാണ്, സീർട്ട് വലിച്ച പോലീസ് പിടിക്കും. ഭാര്യ മക്കളൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഇയാള് മോള് ഭർത്താവ് മരിച്ചു. ഇവിടെ എന്റെ അച്ഛന്റെ തറവാട് മോളുടെ പേരിലേക്കും കൂടി ആക്കാൻ ഒരു രജിസ്ട്രേഷന് വേണ്ടി വന്നതാ. നീ ഇവിടെ നിക്കുക, ആ, അവിടെ എല്ലാരും വന്നേ. അന്വേഷിക്കണോ? അമ്മേ, ഇത് ശങ്കരൻ മാഷിന്റെ മോള്. അമ്മ പറഞ്ഞ ശരിയാ, ഇത് മകളാ. അപ്പൊ ശരി.